ADGP MR അജിത് കുമാറിന് പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് DGP പറയുന്നു എന്നാണ്. അങ്ങനെ പോലീസ് മേധാവി പറഞ്ഞിട്ടും നടപടികൾ വൈകുകയാണ്. അതിൽ വിമർശനങ്ങൾ വളരെ ശക്തമാണ്. പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട മനുഷ്യരുടെ വികാരങ്ങൾ നമുക്ക് കണ്ടില്ല എന്ന് വെക്കാനേ പറ്റില്ല. ഈ അട്ടിമറിക്കാൻ ശ്രമിച്ച ADGPക്ക് വീഴ്ച സംഭവിച്ചതിനെ കുറിച്ച് എന്ത് പറഞ്ഞാലും മതിയാവില്ല, എന്ത് നടപടിയെടുത്താലും മതിയാവില്ല എന്നിരിക്കെയാണ് സ്വന്തം ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളും പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാതെ മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. പൂര നഗരിയിൽ നിന്ന് MS ലിഷോയൊപ്പം ചേരുകയാണ്. ലിഷോയ്, പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് വളരെ വൈകാരികമായാണ് അവിടുത്തുകാർക്ക് സംസാരിക്കാനുള്ളത് എന്നറിയാം. എനിക്ക് തോന്നുന്നു ലിഷോയ്ക്കൊപ്പം അവിടെ ആരൊക്കെയോ പ്രതികരണത്തിനായി തയ്യാറാണല്ലേ ലിഷോയ്? അവർക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും പൂരത്തിൻ്റെ പ്രധാന സംഘാടകരായ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങൾ, ആ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗങ്ങളുടെ ദേവസ്വം സെക്രട്ടറിമാരാണ് എന്നോടൊപ്പം ഉള്ളത്. അവർക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വീണ്ടും ഒരു അന്വേഷണം വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ വീണ്ടും ഒരു അന്വേഷണം വരികയാണ്. അപ്പോൾ ഈ ഒരു അന്വേഷണവും ഏത് ഘട്ടത്തിലേക്ക് എത്തുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഒരു അന്വേഷണം കഴിഞ്ഞല്ലോ. ചില സൂചനകൾ, ഞങ്ങൾക്ക് റിപ്പോർട്ടുകളൊന്നും കണ്ടിട്ടില്ല, ചില സൂചനകളിൽ നിന്നും മനസ്സിലായിട്ടുള്ളത് ഇരു ദേവസ്വങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു അന്വേഷണമാണ്. അതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല. പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ട് ദേവസ്വങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ ജനത അംഗീകരിക്കില്ല. അത് ആരുടെ രാഷ്ട്രീയ താല്പര്യം ആണെങ്കിൽ തന്നെ ദേവസ്വങ്ങളെ മുമ്പിൽ നിർത്തി പ്രതിസ്ഥാനത്ത് അതിനെക്കൊണ്ട് തൃശ്ശൂരിലെ ജനതയോ ദേവസ്വങ്ങളോ കേരളം മുഴുവൻ അതിന് ശക്തമായിട്ടുള്ള മറുപടി പറയും. അതൊന്ന്. രണ്ടാമത്, ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ വിവാദപരമായിട്ടുള്ള ഒരു സർക്കുലറുണ്ട്. അതിനെക്കുറിച്ച് എവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ 3 മീറ്റർ എന്നുള്ളത് 50 മീറ്റർ ആനയും മറ്റേ മേളക്കാരും തമ്മിലുള്ള. അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എല്ലാവരും അറിയേണ്ടത് എന്താ വെച്ചാൽ, ഈ തൃശ്ശൂരിലെ ആനിമൽ ഹസ്ബൻഡറിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും സഹകരിച്ച കാരണം മാത്രമാണ് ഇത്തവണ തൃശ്ശൂർ പൂരം നടന്നത്. അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തും വന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും പൂരം എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ളൊരൊറ്റ ഉദ്ദേശത്തിനാണ് വന്നിട്ടുള്ളത്. ഇതുകൂടാതെ ഇനിയും വേറൊരു കാര്യം കൂടി നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. 2012 നാട്ടാന പരിപാലന ചട്ടങ്ങൾ, മാനേജ്മെൻറ്റ് ഓഫ് ക്യാപ്റ്റീവ് എലിഫൻസ്, അതിനെ റിവൈസ് ചെയ്ത് 24 ഡ്രാഫ്റ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് വന്നാൽ 24 പൂരമില്ല, 24-25 ഒരു ഉത്സവമോ പൂരമോ നടത്തില്ല. ഉടനെ തന്നെ സർക്കാർ ഈ ഡ്രാഫ്റ്റ് പിൻവലിച്ച് ചർച്ചകൾക്ക് ശേഷം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടൊക്കെ ചർച്ച ചെയ്ത് മാത്രമേ ഇത് പുറത്തിറക്കാൻ പാടുള്ളൂ. അല്ലാത്ത വശം ഇത് മുഴുവൻ കൂടുതൽ പ്രശ്നത്തിലേക്കാണ് എത്തിവരുന്നത്. പോലീസ് മാത്രമല്ല, വനംവകുപ്പും വലിയ തോതിൽ വനംവകുപ്പിൻ്റെ ഈ നിലപാടുകൾ ഈ പൂരത്തിനെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അതാണല്ലോ ഏറ്റവും മെയിൻ. ആ വനം വകുപ്പിൻ്റെ ഒരു GP ഇറക്കിയിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ തൃശ്ശൂർ പൂരത്തിന് ഇവിടെ കൊണ്ട് എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ NGOമാരുണ്ട്. 6-7 കൊല്ലമായിട്ട് ഇത് സുപ്രീം കോടതിയുടെ ഓർഡർ വരെ പരിഗണിക്കാണ്ടാണ് ഈ പുതിയ 24 മറ്റേ ഡ്രാഫ്റ്റ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തും ചെയ്യാൻ, ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ളൊരു നിലപാടിലാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞ ഈ ഇരു ദേവസ്വങ്ങളെയും പ്രതിസ്ഥാനത്ത് നിർത്തി എൻക്വയറി നടത്തുന്നതിനേക്കാൾ വലുത് ഇവിടുത്തെ ഒഫീഷ്യൽസ് എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഫോറസ്റ്റ്, അതുപോലെ NGO സംഘടനകൾ, അതുപോലെ തന്നെ പോലീസ് മറ്റേ അതിക്രമങ്ങൾ പല സ്ഥലത്തും നടന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സമഗ്ര അന്വേഷണം നടത്തിയാൽ മാത്രമേ കുറ്റക്കാരെ കണ്ടെത്തുള്ളൂ. ഇപ്പോഴുള്ള അന്വേഷണം, ഈ വീണ്ടും പ്രഖ്യാപിച്ച അന്വേഷണത്തെ കുറിച്ച് എന്താണ് അതിലൊരു കൃത്യമായൊരു വ്യക്തത? ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പൂരത്തിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ല. ഇത് മുഴുവൻ ഒരു രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഈ രാഷ്ട്രീയവൽക്കരിച്ച് ചില ആൾക്കാർ സ്വാർത്ഥ താല്പര്യം നേടാനാണോ എന്നുള്ളൊരു സംശയം ഞങ്ങൾക്ക് ഇല്ല. അപ്പോൾ ഈ ദേവസ്വങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. തീർച്ചയായും. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ രാജേഷേട്ടൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നടത്തുന്ന പൂരമാണ്, അതിൽ നമ്മൾ തന്നെ പ്രതിസ്ഥാനത്തേക്ക് എത്തുക എന്ന് പറയുന്നത് ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുമോ ശരിക്കും? അല്ല, അത് എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് പറഞ്ഞത്, രാഷ്ട്രീയം മാറ്റി നിർത്തിയിട്ട് രാഷ്ട്രീയം ഇതിൽ ഉൾപ്പെടുത്താണ്ട് ആ ത്രിതല അന്വേഷണം സ്വാഗതാർഹമാണ്. ത്രിതല അന്വേഷണം വേണം. പക്ഷേ ഈ ത്രിതല അന്വേഷണത്തിൽ ഒരു കാര്യം കൂടി അതിൽ ആഡ് ചെയ്യണം. അതായത് ഇപ്പോൾ പാറമേക്കാവ് സെക്രട്ടറി പറഞ്ഞ പോലെ അതിൽ ഈ നാട്ടാന പരിപാലനത്തിൻ്റെ കേസിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനൊരു NGOs ആണ് ഇതിൻ്റെ പിന്നിലുള്ളത്. ആ NGOസിന് എവിടെ നിന്നാണ് ഇതിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം, എവിടെ നിന്നാണ്
ഇതൊരു ഒരു കനേഡിയൻ ഒരു സ്ത്രീയാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്. ആ സ്ത്രീ എന്താണ്, എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ട് വരുന്നത്, ഇതെല്ലാം തൃശ്ശൂർ പൂരത്തിനെയാണ് ബാധിക്കുന്നത്. ആനകളെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സ്ഥലം പൂരം ഉത്സവം നമ്മുടെ തൃശ്ശൂർ പൂരമാണ്. അപ്പോൾ അതിനെ എങ്ങനെ ബാധിക്കുന്നു? അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തണം. എല്ലാ കാര്യവും ഉൾപ്പെടുത്തണം. ഉദ്യോഗസ്ഥന്മാരെ വീഴ്ച ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡറിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അതേപോലെ ADGPക്ക് വന്നിട്ടുള്ള വീഴ്ച എന്താണ്, ഇതെല്ലാം ശരിയാണ്. വളരെ കൂലങ്കഷമായി അതിൽ നമ്മൾ നോക്കേണ്ടതാണ്. പക്ഷേ പ്രതിസ്ഥാനത്ത് നിർത്തി ഇരു ദേവസ്വങ്ങളെയും അല്ലെങ്കിൽ ഘടകപൂരങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് ശരിയല്ല എന്നാണ് അഭിപ്രായം. ഇതിൽ നേരത്തെ ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. ഇതിൻ്റെ മൂലകാരണങ്ങൾ എന്താണ്? അതല്ലാണ്ട് ഇപ്പോൾ തിരുവമ്പാടി ദേവസ്വം എഴുന്നള്ളിച്ച് വരുമ്പോൾ എല്ലായിടത്തും ബാരിക്കേഡ് കെട്ടി ഒരു നിലയ്ക്കും എഴുന്നള്ളിപ്പ് പുറത്തേക്ക് സ്വരാജ് റൗണ്ടിലേക്ക് അടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചതെന്നാണ് നോക്കണ്ടേ. അതല്ലാണ്ട് ദേവസ്വത്തിനെ മാത്രം എല്ലാ കുറ്റവും ദേവസ്വത്തിൻ്റെ പേരിലിടാണ്ട് ആ ബാരിക്കേഡ് ആര് വെച്ചു, എന്തുകൊണ്ട് വെച്ചു? അവിടെ നിന്നാണല്ലോ തുടക്കം. അതായത് ഉച്ചയ്ക്ക് ഈ പട്ട കൊണ്ടുവരുന്നത് മുതൽ അതിനോടൊപ്പം രാവിലെ കണിമംഗല ശാസ്താവിൻ്റെ എഴുന്നള്ളിപ്പ് റോഡ് നിറച്ച് സ്വരാജ് റൗണ്ടിൽ മുഴുവൻ ബസ്സുകളായിരുന്നു. അപ്പോൾ ഒരു ആസൂത്രിതമായിട്ട് ഇതിനെ തകർക്കാനായിട്ടുള്ളൊരു ശ്രമം പോലീസിൻ്റെ ചില ഭാഗങ്ങൾ, എല്ലാവരും എന്ന് പറയില്ല, ചില ഭാഗങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചില GP ഉൾപ്പെടെയുള്ള ചില ഭാഗങ്ങളും ചെയ്തതിനാണ് ഏറ്റവും വലിയ അന്വേഷണം വേണ്ടത്. അപ്പോൾ അത് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ദേവസ്വം ആൾക്കാരെ വിളിക്കാൻ പാടുള്ളൂ ഒരു അന്വേഷണത്തിലായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഒരു റൂട്ട് കോസ് അവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആ റൂട്ട് കോസിനെ തിരിച്ചറിയാതെ സർഫസിനെ മാത്രം അന്വേഷിക്കുക. നമ്മൾ പറയില്ല, ഒരു വലിയ ഇഷ്യൂ ഉണ്ട്, അതിനെ പുറത്ത് മാത്രം ചൊറിഞ്ഞിട്ട് അതുകൊണ്ടൊരു കാര്യം ഇപ്പം അതാണ് ചെയ്യാൻ പോണേ എന്ന് ഞങ്ങൾക്കൊരു ഒരു സംശയമുണ്ട്, ഒരു സൂചനയുണ്ട്. അപ്പോൾ അതിൽ നിന്നും പിന്മാറണം. അതിൽ വ്യക്തമായിട്ട് ഇതിൻ്റെ റൂട്ട് കോസ് അനാലിസിസ് കഴിഞ്ഞ് ഫോറസ്റ്റിനെയും പോലീസിൻ്റെ അന്വേഷണം കഴിഞ്ഞതിന് മാത്രമേ ദേവസ്വങ്ങളെ ചോദ്യം ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പൂരത്തിൻ്റെ അന്ന് ഉണ്ടായ അല്ലെങ്കിൽ തുടങ്ങി വെച്ചൊരു പ്രശ്നമല്ലല്ലോ. അതായത് ഈ രാജേട്ടൻ പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ മുന്നൊരുക്കങ്ങളോടുകൂടി അപ്പം ഈ ആനകളുടെ ഒരു ഡിസ്റ്റൻസിൻ്റെ വിഷയം അത് ആനയും മേളക്കാരും പൂരത്തിൻ്റെ കൊടിയേറ്റത്തിൻ്റെ തലേ ദിവസം സർക്കുലർ ഇറക്കുകയാണ്, ആനയും മേളക്കാരും തമ്മിൽ 50 മീറ്റർ ഡിസ്റ്റൻസ് വേണമെന്ന്. അതിന് 2015 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എത്ര സഫീഷ്യൻറ്റ് സ്പേസ് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അതുപോലും കണക്കിലാക്കാണ്ടാണ് ഈ ഫോറസ്റ്റ് GP. അപ്പം അദ്ദേഹത്തിൻ്റെ എന്ത് തോന്നിവാസവും കേരളത്തിൽ ഉത്സവങ്ങളെ തകർക്കാൻ അദ്ദേഹത്തിന് എടുക്കാമെന്നും അദ്ദേഹത്തിനോട് ചോദിക്കാനും പറയാനും ആളുകളില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. ഇപ്പോൾ പോലും ഈ ഫോറസ്റ്റ് GPയുടെ കാര്യങ്ങളിൽ ഒരാൾ പോലും അനക്കിയിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി പോലും കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിനെ തകർക്കാനായിട്ട് ഈ 50 മീറ്റർ എന്നുള്ള ഡിസ്റ്റൻസ് എന്തിനു കൊടുന്നു? അവിടെ നിന്ന് തുടങ്ങണം ഈ എൻക്വയറി. തീർച്ചയായും. അതായത് ഈ പറഞ്ഞു വരുന്നത് അതിൻ്റെ തുടക്കം എവിടെയാണോ, ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എവിടെയാണോ അവിടെയാണ് അന്വേഷിക്കേണ്ടത്, അവിടെ നിന്നാണ് കാരണങ്ങൾ കണ്ടെത്തേണ്ടത്. അല്ലാതെ ഇതെല്ലാം ദേവസ്വങ്ങളുടെ മേൽ പഴിചാരുകയോ അല്ലെങ്കിൽ ഇത് നടത്തിപ്പുകാർ തന്നെ ഇതിൽ പ്രതിസ്ഥാനത്താവുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരിക്കലും കാര്യങ്ങൾ എത്തരുത് എന്നുള്ളതാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ പോലീസിൻ്റെ പ്രശ്നങ്ങൾക്ക് പുറമേ തന്നെ മറ്റ് നിരവധിയായ പ്രശ്നങ്ങൾ ഇത്തവണയും കഴിഞ്ഞ തവണയും ഒക്കെ ഉണ്ടായി. അതൊക്കെ പൂരം തകർക്കാനുള്ള ഒരു കാര്യമായി തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. 24 നാട്ടാന പരിപാലന ചട്ടം ഡ്രാഫ്റ്റ് അംഗീകരിച്ച് പുറത്തു വരികയാണെങ്കിൽ കേരളത്തിൽ ഒരു ഉത്സവം പൂരവും നടക്കില്ല. അതെങ്ങനെയായാലും എന്തൊക്കെയാ പ്രധാനപ്പെട്ട കണ്ടമാനം പ്രോബ്ലംസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ആനയും തമ്മിൽ എഴുന്നള്ളിപ്പിന് 5 മീറ്റർ അകൽച്ച പാലിക്കണം, ഒരു ആനയും അടുത്ത ആനയും തമ്മിൽ. അപ്പോൾ അതൊക്കെ 15 ആന നമ്മൾ നിൽക്കണമെങ്കിൽ എത്ര ദൂരം മീറ്റർ സ്ഥലം വേണം, അല്ലെങ്കിൽ 75 മീറ്റർ സ്ഥലം വേണം. അപ്പോൾ ഫോറസ്റ്റ് സുപ്രീം കോടതി പോലും അങ്ങനെ 2015 വിധിയിൽ അത് സൂചിപ്പിച്ചിട്ടില്ല. സഫിഷ്യൻറ്റ് സ്പേസാണ് പറഞ്ഞത്. അതുപോലെ തീവട്ടിയും മറ്റേ ആനകളും തമ്മിൽ 10 മീറ്റർ വേണമെന്നാണ് തോന്നുന്നു. ഞാൻ ഡ്രാഫ്റ്റ് എല്ലാം ഓർമ്മയില്ല, അത് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇതിൽ തയ്യാറാക്കുന്ന ആൾക്കാർക്ക് ആനയോ പൂരോ ഒന്നായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. എപ്പോഴും ഒരു ഡ്രാഫ്റ്റ് റൂൾസ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എല്ലാവരെയും കൂട്ടി ഇരുത്തി അത് പ്രാക്ടിക്കലായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതൊന്നും ചെയ്യാതെ അതങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൽ നിന്ന് അവർ പിന്മാറണം. അല്ലെങ്കിൽ ഉത്സവ കേരളം ഇത് ഒരു ആഹ്വാനമായിട്ട് എടുത്തോളൂ. ഒറ്റ ഉത്സവം നടക്കില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉടൻ തന്നെ ഇത് പിൻവലിക്കാനുള്ള ഓർഡറുകൾ ഇടണമെന്നാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അത്യാവശ്യം. തീർച്ചയായും. അതായത് ഈ പറഞ്ഞത് തന്നെയാണ്, അതായത് ഈ പൂരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ദേവസ്വങ്ങൾ.